സാർ നമസ്കാരം. നമസ്കാരം. ഈ കഷ്ടകാലം വരുമ്പോൾ അരയിൽ കിടന്ന് അരഞ്ഞാൻ വരെ പാമ്പായി മാറും എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. ഏതാണ്ട് ഇതിനോട് സമാനമായ രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ്റെ അവസ്ഥ. അദ്ദേഹത്തിന് ഭരണമുണ്ടായിരുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന് ചുറ്റും ആളും ആരവവും എപ്പോഴും ഉണ്ടായിരുന്നു. ഛത്ര ചാമരാദികളിൽ അദ്ദേഹം ഇങ്ങനെ പരിശോഭിക്കപ്പെടുന്ന ഒരു ചക്രവർത്തിയുടെ പോലെയായിരുന്നു പെരുമാറ്റം. ജനങ്ങളിൽ നിന്ന് എത്ര കണ്ട് അകന്നു നിൽക്കാമോ അത്ര കണ്ട് അകന്നു നിന്നിട്ട് ഒരു സ്വയം പ്രമാണിത്വം അല്ലെങ്കിൽ ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും മുദ്ര ചൂടിയ ഒരു ഭരണാധികാരിയായി പിണറായി വിജയൻ സ്വയം മാറുകയായിരുന്നു. അതിന് കുഴലൂത്ത് നടത്തുന്ന കുറേ അനുയായികളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം ഭരണം നഷ്ടമായി പ്രതിപക്ഷ നേതൃസ്ഥാനം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അവിടെയും അവർ പോലും അദ്ദേഹത്തെ അങ്ങനെ അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ പോലും അദ്ദേഹം ആ സ്ഥാനം ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയനെതിരെയുണ്ടായ മാസപ്പടി കേസ് വീണ്ടും ED റെയ്ഡുമായി എത്തിയിരിക്കുന്നു. 2 തവണയാണ് ED ഇതിനു മുമ്പ് വീണ വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്തത്. ഒന്ന് പിണറായി വിജയൻ താമസിക്കുന്ന സ്ഥലത്തും മറ്റൊന്ന് അവരുടെ പിണറായിലുള്ള വീട്ടിലും 2 തവണ അവരെ ചോദ്യം ചെയ്തു. അപ്പോഴെല്ലാം ഈ റെയ്ഡ് നടക്കുന്ന സമയത്തെല്ലാം CPM-ൻ്റെ പ്രവർത്തകർ തടിച്ചുകൂടി ED ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവർ ഉപദ്രവിച്ചു, കാറ് തല്ലിപ്പൊളിച്ചു. അതിൻ്റെ പേരിൽ 26 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏതാണ്ട് 9 പേർക്ക് മാത്രമാണ് ജാമ്യം കിട്ടിയിരിക്കുന്നത്. ബാക്കി എല്ലാവരും 3 മാസത്തോളമായി ജയിലിൽ തന്നെ കഴിയുന്നു. ഈ സന്ദർഭത്തിൽ വീണ്ടും വീണ വിജയൻ്റെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ED കോഴിക്കോട് നിന്ന് 4 സ്ഥലത്ത് റെയ്ഡ് നടത്തുന്നു. വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട ചില അടുത്ത സുഹൃത്തുക്കളുടെ വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നത്. അവരുടെ ഫ്ലാറ്റുകളിലെല്ലാം റെയ്ഡ് നടക്കുന്നു. ഒരാളും അങ്ങോട്ട് പ്രതിഷേധവുമായി എത്തുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഇവരിലേക്ക് റെയ്ഡ് നീണ്ടു ചെല്ലാൻ കാരണം വീണ വിജയന് കഴിഞ്ഞ പ്രാവശ്യം ED റെയ്ഡ് ചെയ്തപ്പോൾ കൊണ്ടുപോയ വീണ വിജയൻ്റെ ഒരു ഡയറിയുണ്ട്, അവരുടെ ഒരു ഫോണുണ്ട്. ഇതിൽ നിന്ന് കിട്ടിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടക്കുന്ന റെയ്ഡ് എന്ന് പറയുമ്പോൾ വീണ വിജയൻ എക്സാലോജിക്കിന് പുറമെ ലാക്കർ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു പ്രവർത്തിക്കാത്ത കമ്പനി വേറെയുണ്ട്, കടലാസ് കമ്പനി. ഇതുപോലുള്ള ചില കമ്പനികളുമായി ബന്ധപ്പെട്ട രേഖകളിൽ ഈ പറഞ്ഞ ആളുകൾക്കും ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടാണ് ED റെയ്ഡ് നടത്തുന്നത്. എന്തായാലും ഈ റെയ്ഡിനൊടുവിൽ പിണറായി വിജയൻ്റെയും വീണ വിജയൻ്റെയും മുഹമ്മദ് റിയാസിൻ്റെയും കാര്യത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് ചില കരക്കമ്പികൾ പരക്കുന്നു. അതെന്ത് തന്നെയായാലും അതേക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. എന്നാൽ CPM-ൽ ഏകഛത്രാധിപതിയായി വാണിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നു. CPM-ൽ ആരും പിണറായി വിജയനെ പിന്താങ്ങുവാനോ അല്ലെങ്കിൽ സ്വയം അദ്ദേഹത്തെ വിശദീകരിക്കുവാനോ വരുന്നില്ല. എന്തായിരിക്കും പിണറായി വിജയൻ എന്നൊരു രാഷ്ട്രീയ നേതാവിൻ്റെ തുടർന്നുള്ള ഭാവി എന്നുള്ളതാണ് എനിക്ക് നന്ദകുമാർ സാറിനോട് ചോദിക്കാനുള്ളത്. എനിക്കതിൽ പ്രദീപ്, പിണറായി വിജയനെ സംബന്ധിച്ച് 2 തരത്തിലൊരു ഭാവിയാണുള്ളത്. ഒന്ന്, മഹാഭാരത യുദ്ധത്തിൽ പ്രധാന കഥാപാത്രമായിരുന്നു ദുര്യോധനൻ. ഏറ്റവും വലിയ എല്ലാ സകലമാന തിന്മകളുടെയും പ്രതീകമായിരിക്കുന്ന ദുര്യോധനൻ സ്വന്തം എന്നോ ബന്ധുവെന്നോ ഇല്ലാതെ കണ്ട് സ്വന്തമായിട്ട് ധനാഗമ മാർഗത്തിന് വേണ്ടിയിട്ട് എന്ത് നീചത്വം ചെയ്യാൻ മടിയില്ലാത്ത ആള്. അതേപോലെ തന്നെ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം നടത്താൻ വേണ്ടിയിട്ട് സ്വന്തം സഹോദരനെ നിയോഗിച്ച ആള് ദുശ്ശാസനെ. അങ്ങനെയുള്ള ദുര്യോധനെ സംബന്ധിച്ച് ദുര്യോധന്റെ പതനമുണ്ട്. ആ പതനം ഉണ്ടായിരുന്ന സമയത്ത് ദുര്യോധന ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. മുഴുവൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പാണന്മാരെ, എല്ലാ പാണന്മാരെ അദ്ദേഹത്തെ കൈവിട്ട് കഴിഞ്ഞു. ആരും പിന്നെ കൂടെയുണ്ടായി, ദുര്യോധന കൂടെ ഉണ്ടായില്ല. അങ്ങനെ വീണതല്ലോ കിടക്കുന്നു എന്ന് പറയുന്ന മാതിരി അദ്ദേഹം അങ്ങനെ ഭൂമിയിൽ പതിച്ച സമയത്ത് ആ ദുര്യോധനം മാത്രമായി എന്നാണ് ഗാന്ധാരിയുടെ വിലോപത്തിൽ പറയുന്നത്. സമാനമായ രീതിയിലാണ് ചരിത്രം മറ്റൊന്ന് പറയുന്നുണ്ട്. സ്റ്റാലിനെ കുറിച്ച് പറയുന്നുണ്ട്. 1936 തുടങ്ങിയിട്ട് 39 വരെയുള്ള 3 കൊല്ലക്കാലം കൊണ്ട് 2 കോടി ജനങ്ങളെയാണ് അവിടെ സോവിയറ്റ് ലാൻഡിൽ അദ്ദേഹം ജീവൻ അവരെ കൊന്നൊടുക്കിയത്. അങ്ങനെ കൊന്നൊടുക്കിയിരിക്കുന്ന സ്റ്റാലിന്റെ മരണശേഷം 1950 കഴിഞ്ഞ് 60 എത്തിയ സമയത്ത് പിന്നെ പിൽക്കാലത്ത് വന്ന അദ്ദേഹത്തിന്റെ ആശ്രിതന്മാരായിരിക്കുന്ന ആളുകൾ ഭരണാധികാരത്തിൽ എത്തിയ സമയത്ത് ആദ്യം ചെയ്ത പ്രവൃത്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സ്റ്റാലിന്റെ ഡെഡ് ബോഡി ക്രെംലിൻ നഗരത്തിൽ നിന്ന് അത് കുഴിയിൽ നിന്നും മാന്തിയെടുക്കുകയാണ്. അത് മാന്തിയെടുത്തിട്ട് ക്രെംലിൻ നഗരത്തിൽ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വലിച്ചെറിഞ്ഞു കളഞ്ഞു ആ മൃതശരീരം. ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇത് ക്രൂഷ്ചേവ് ചെയ്തതാണത്. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരിക്കുന്ന 1960 സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരിക്കുന്ന ക്രൂഷ്ചേവ് ഈ പറയുന്ന മൃതദേഹം എടുത്ത് പുറത്തു കൊണ്ട് കളഞ്ഞു. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം.
ഇതാണ് കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടാകുക. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ തോന്നും വളരെ സർവശക്തനാണ് മറ്റേ പിണറായി വിജയൻ, സർവശക്തനാണ് പി കൃഷ്ണപിള്ള. അവസാനം പി കൃഷ്ണപിള്ളയുടെ ജീവിതം നമുക്കറിയാമല്ലോ, ഞാൻ പറയുന്നില്ല, ഇപ്പൊ ഞാൻ പറയുന്നില്ല അതിനെ കുറിച്ചിട്ട്. നമുക്കറിയാലോ വി എസ് അച്യുതാനന്ദനെ കുറിച്ച്. ഈ പറയുന്ന സർവശക്തന്മാരായിരിക്കുന്ന ആളുകൾക്ക് പാർട്ടി കൊടുക്കുന്ന, പാർട്ടി അണികൾ കൊടുക്കുന്ന, ഇവർ അധികാരത്തിലുള്ള സമയത്ത്, ഇവരുടെ കയ്യിൽ കരുത്തുള്ള സമയത്ത്, പാർട്ടിയുടെ നേതൃത്വം ഇവരുടെ കയ്യിലുണ്ടാവുന്ന സമയത്ത് ഇവരെന്ത് പറഞ്ഞാലും അനുസരിക്കും. ഇത് പിണറായി വിജയൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവ് 80 വയസ്സ് കഴിഞ്ഞതിന് ശേഷവും വാർദ്ധക്യത്തിന്റെ അന്തിമയാമങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് പോലും തനിക്ക് പ്രതിപക്ഷ നേതാവാകണമെന്ന ഒരു അമിതമായിരിക്കുന്ന മോഹത്തിന്റെ അടിസ്ഥാനത്തില് പ്രതിപക്ഷ നേതാവായിക്കൊണ്ട് സംസാരിക്കാൻ പോലും കരുത്തില്ല. രോഗം ബാധിതനാണ് താന്, തനിക്കിനി മുന്നോട്ട് പോകാൻ പ്രയാസമാണ്, നടക്കാൻ പ്രയാസമാണ്, ശാരീരിക അസ്വസ്ഥതകളുണ്ട്. ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് പോലും പാർട്ടിയെ തിരിച്ചറിയാവുന്ന പിണറായി വിജയൻ അറിയാം പാർട്ടിയിൽ സ്ഥാനം ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പാർട്ടിയിൽ പിണമാണ് പിണറായി വിജയൻ ഉണ്ടാവുക. ഒരു സ്ഥാനം അദ്ദേഹത്തിന് ഉണ്ടാവില്ല. പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർ പോലും കാലുമടക്കി തൊഴിക്കും മനുഷ്യനെ. ഇത് നന്നായിട്ട് തിരിച്ചറിയാവുന്ന ആളാണ് പിണറായി വിജയൻ. അത് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ പറഞ്ഞത്, ഞാൻ പ്രതിപക്ഷ നേതാവാകുന്നു, പ്രതിപക്ഷ നേതാവായിട്ട് ബാലഗോപാൽ ഇരുന്നോ, CPI-ക്കാർക്ക് ഞങ്ങൾ ഒന്നും കൊടുക്കൂല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അതാണ് അതിന്റെ ഒരു വശമെങ്കില്. മറുവശം വേറൊരു വശം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ മകളായിരിക്കുന്ന വീണ വിജയന്റെ പേരിലുള്ള സ്ഥാപനങ്ങള്, അങ്ങനെ സ്ഥാപനം അവർക്കുണ്ടോ എന്നുള്ളതാണ് എന്റെ പ്രശ്നം. ഒരു സ്ഥാപനം അവരുടെ പേരിലില്ല. അവരുടെ സ്ഥാപനത്തിൽ നേരത്തെ പ്രദീപ് പറഞ്ഞ പോലെ അവർക്കുള്ള എല്ലാം കടലാസ് സ്ഥാപനങ്ങളാണ്, സ്വന്തമായിട്ടുള്ള സ്ഥാപനങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഇതിന്റെ CMRന്റെ MD ആയിരിക്കുന്ന ശശിധരൻ കർത്താവ് അന്ന് സംസാരിച്ച സമയത്ത് കോടതിയിൽ മൊഴി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ പറയുന്ന എക്സാലോജിക്കിലൊന്നും കൊടുത്തിട്ടില്ല, ഞാൻ കൊടുത്തിട്ടുള്ളത് കേരള മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് സഹായിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന പണമാണ്. എനിക്ക് വീണ വിജയൻ ഒരു സഹായവും ഒരു സേവനവും എന്റെ സ്ഥാപനത്തിൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ തൊഴിലെടുത്തിട്ടില്ല, അതിനുവേണ്ടി സർവീസ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പണം അവർക്കല്ല കൊടുത്തിരിക്കുന്നത്, അവരുടെ പേരിൽ കൊടുത്തിരിക്കുന്ന പണം പോലും ഈ പറയുന്ന അച്ഛന് കൊടുത്തിരിക്കുന്ന ഒരു ധന സഹായം മാത്രമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ പിണറായി വിജയൻ വാങ്ങിച്ചിരിക്കുന്ന പണങ്ങള് സ്വന്തം പ്രസ്ഥാനത്തെ മുൻനിർത്തിക്കൊണ്ട്, സ്വന്തം അധികാരത്തെ മുൻനിർത്തിക്കൊണ്ട് പിണറായി വിജയൻ പലരോടും പണം കടമായി വാങ്ങുന്ന സമയത്ത്, കടമായിട്ടല്ല ഇതൊക്കെ ആയിട്ട് കൈ നീട്ടി മേടിക്കുന്ന, സംഭാവനയായിട്ട് മേടിക്കുകയാണ്. ഇതൊക്കെ പലരുടെ പേരിൽ പല ഒത്താശകൾ ചെയ്തു കൊടുത്ത് വാങ്ങിക്കുന്ന പണമാണ്. അങ്ങനെ പണം വാങ്ങിച്ച സമയത്ത് പിണറായി വിജയന് യഥാർത്ഥമായിട്ട് അറിയാം, ഈ പണമൊന്നും എൻ്റെ മകളുടെ പേർക്ക് കൊടുത്തതല്ല, എൻ്റെ മകളുടെ സ്ഥാപനത്തിന് കൊടുത്തതല്ല, ഇനിയിപ്പോ എൻ്റെ മകളുടെ ഭർത്താവായിരിക്കുന്ന മുഹമ്മദ് റിയാസിന് പങ്കുണ്ടോ എന്നുള്ളതൊരു നമുക്കറിയാൻ സാധ്യതയല്ല. കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പിണറായി വിജയന്റെ കൂടെ നിന്നിട്ടുള്ള ആള് സാക്ഷാൽ മുഹമ്മദ് റിയാസാണ്. അതുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ പിണറായി വിജയൻ സ്വന്തം മകളെ ഈ പറയുന്ന മുഹമ്മദ് റിയാസിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നു, അദ്ദേഹത്തെ കൂടെ നിർത്തി താമസിപ്പിക്കുന്ന, അദ്ദേഹത്തെ ഒരു മണ്ഡലത്തിൽ നിർത്തി മത്സരിച്ച് ജയിപ്പിക്കുന്ന, ഇങ്ങനെയൊക്കെയുള്ള മുഹമ്മദ് റിയാസിന്റെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ റിയാസിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിലാണ് പോലീസ് റെയ്ഡ് നടത്തുന്നത്. കാരണം ഈ വിഷയത്തിനകത്ത് മുഹമ്മദ് റിയാസിന്റെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കേണ്ടത് അനിവാര്യമാണ്. മുഹമ്മദ് റിയാസിന് പങ്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ചിരി കണ്ടാൽ അറിയാം. അദ്ദേഹത്തിന് പിണറായി വിജയൻ പുതിയ മന്ത്രിസഭ 2021 ഉണ്ടാക്കിയ സമയത്ത് ആ മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് അതാണ് പൊതുമരാമത്ത് വകുപ്പ്. ഇപ്പൊ നമ്മൾ അതിനു മുമ്പ് ആ വകുപ്പിന്റെ മന്ത്രി ആരാ? ടൂറിസം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അഡീഷണൽ ആണത്. പ്രധാനപ്പെട്ട വകുപ്പ് പൊതുമരാമത്ത് വകുപ്പാണ്. ജി സുധാകരനെ പോലെയുള്ള രാഷ്ട്രീയ രംഗത്ത് വളരെ സർവശക്തനായിരുന്ന, പാർട്ടിയിൽ സ്വാധീനമുള്ള, നിരവധി വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള, ആലപ്പുഴയുടെ അഭിമാനമായിരുന്ന, അഴിമതിയുടെ കറവിരളാത്ത ജി സുധാകരൻ വഹിച്ച ആ വകുപ്പില്ലേ, ആ വകുപ്പ് തന്നെയാണ് ഈ പറയുന്ന മുഹമ്മദ് റിയാസിന്റെ കൈവിളയിലേക്ക് വച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ അർത്ഥം ബോധിപ്പിക്കുന്നത് സുധാകരന് തുല്യനായിട്ടാണ് പിണറായി വിജയൻ മുഹമ്മദ് റിയാസിനെ കണ്ടിരുന്നതെന്നാണ്. ഈ പാരമ്പര്യവും പഴക്കവും വിദ്യാഭ്യാസവും ഒന്നും പ്രശ്നമല്ലാതെ, ഇതൊന്നും പ്രശ്നമല്ലാതെ കണ്ട് തനിക്ക് വേണ്ടപ്പെട്ട താൻ സ്ത്രീധനമായിട്ട് കൊടുക്കുന്നത് ഏറ്റവും വലിയൊരു സ്ഥാനം തന്നെയായിരിക്കണം എന്നുള്ളൊരു ഉത്തമ ബോധ്യം അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. മന്ത്രി കസേരയാണ് സ്ത്രീധനായിട്ട് കൊടുത്തത്. അത് തന്നെയാണത്. അത് നമുക്ക്
നല്ല തെളിവാന്ന് ശരിയാണ്. കാരണം വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് മന്ത്രി സ്ഥാനം കൊടുക്കുന്നത്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് സ്ത്രീധനൊന്നും കൊടുക്കുന്നതിന് പരമായിട്ട് പണം കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയാം. പണം കൊടുത്തില്ലെങ്കിലും നമുക്ക് അറിഞ്ഞുകൂടാ. ഈ പണം വേണേ കൊടുത്തു കാണാം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് കാണാം. ഏതാണെങ്കിലും മന്ത്രിസ്ഥാനമാണ് സ്ത്രീധനമായിട്ട് കൊടുത്തതെന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരുടെക്ക് പോലും വലിയ സംസാര വിഷയമാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇ.ഡി. കൃത്യമായി അവർ കോർണർ ചെയ്തിട്ട് അല്ലെങ്കിൽ വീണ വിജയനെയും മുഹമ്മദ് റിയാസിനെയും ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നു. അത് വീണയുടെ ഫോണിൽ നിന്നും ഡയറിയിൽ നിന്നും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പാർട്ടിയിലും ഏതാണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയൻ രാജിവെക്കണം എന്നുള്ള മുറവിളി CPM-ന്റെ സംസ്ഥാന സമിതിയിൽ ഉയർന്നു. ഇനി സെപ്റ്റംബറിൽ കൂടുന്ന വിപുലീകരിച്ച സംസ്ഥാന സമിതിയിൽ അതേക്കുറിച്ചൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ പാർട്ടിയിലും തൻ്റെ നില പരിങ്ങലിലായിരിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ ഒട്ടുമിക്ക ആളുകളും പറഞ്ഞു കഴിഞ്ഞു പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനം ഒഴിയണം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിക്കുള്ള ഏറ്റവും വലിയ കാരണം ഒന്ന് പിണറായി വിജയനും മറ്റൊന്ന് MP ഗോവിന്ദനുമാണ്. അങ്ങനെയെങ്കിൽ ഇവർ രണ്ടുപേരും ഏതാണ്ട് പുറത്തേക്ക് പോകുമെന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഇപ്പോൾ ED വീണ്ടും ഇത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു നിയമ നടപടി വീണ വിജയനോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെതിരെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ കൂടുതൽ അങ്കലാപ്പിലാവും, കുരുക്കിലാവും. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും പിണറായി വിജയന്റെ ഒരു രാഷ്ട്രീയ ഭാവി? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതിൻ്റെ പേരിൽ ശക്തിയുള്ള കാലത്തോളം ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാര്യം പാർട്ടി പ്രവർത്തകന്മാരെന്ന് പറഞ്ഞ ചാവേറുകളാണ്. ഇവരുടെ ബാധ്യതയാണ് സ്വന്തം നേതാവിനെ സംരക്ഷിക്കുക എന്നുള്ളത്. ഇപ്പൊ അത്തരം ആളുകളൊന്നും ഇപ്പൊ കൂടെ ഇല്ല. അന്ന് പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിൽ ED റെയ്ഡ് നടത്തുമ്പോൾ തടിച്ചുകൂടിയ ആളുകളിൽ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ല. നമ്മള് നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാനുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത്രത്തോളം ഒറ്റപ്പെട്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇനി സാറ് പറഞ്ഞതുപോലെ ഈ ചാവേറുകളൊന്നും പിണറായി വിജയനെ ജയ് വിളിക്കാൻ വരുന്നില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അല്ല, അതിന് കാരണം നമ്മളിപ്പോൾ ഇവിടെ ബേക്കറി ജംഗ്ഷനിൽ അവർ വീട്ടിലേക്ക് ED റെയ്ഡ് നടത്തിയ സമയത്ത് തടുക്കാൻ ചെന്നവരും മറ്റേ EDയുടെ വാഹനം എതിർത്ത് തടഞ്ഞ് അത് ആക്രമിച്ച് നശിപ്പിച്ച ആളുകളും അവരൊക്കെ ഇപ്പോൾ ഗോതമ്പുണ്ട് നിന്നുകൊണ്ടിരിക്കുക. അവരെല്ലാം ഗോതമ്പുണ്ട് തന്നെയാണ്. അതിൻ്റെ പേരിൽ അത്തരം തനി ചാവേറുകൾ ആ രംഗത്തേക്ക് വരില്ലെങ്കിലും പാർട്ടിയുടെ അണികള്, പാർട്ടി നേതൃത്വത്തിലുള്ളവർ പലരെ സംബന്ധിച്ച് സാമാന്യേന ബുദ്ധിശക്തി വളരെ കുറവാണ്. ആ ബുദ്ധിശക്തി വളരെ കുറവായതിൻ്റെ പേരിൽ താൽക്കാലികമായി കിട്ടുന്ന ചില ആനുകൂല്യങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വീണ്ടും പിണറായി വിജയനെ പിന്താങ്ങുവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അത് നമ്മൾ പൂർവ്വകാല ചരിത്രം അങ്ങനെയാണോ? എക്കാലത്തും ചരിത്രം അങ്ങനെ പറയുക. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കേരളത്തിലെ സാഹിത്യകാരന്മാരിൽ ശക്തമായിട്ട് എതിർത്തെഴുതിയിട്ടുള്ള ആള് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. പാടുന്ന പിശാച് എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് അതിമനോഹരമായ രീതിയിൽ സ്റ്റാലിന്റെ ഘടുകാര്യസ്ഥയെക്കുറിച്ചും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 948, 49, 50 ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനവിരുദ്ധമായ നടപടികളെക്കുറിച്ചും വളരെ വ്യക്തമാക്കുന്ന പുസ്തകത്തിന്റെ പേരാണ് പാടുന്ന പിശാച്. ആ പുസ്തകം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നും അംഗീകരിച്ചിട്ടില്ല. അത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പുസ്തകമാണ്. എന്ന് വെച്ചാൽ 75 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന അതേ സ്വഭാവം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നും അനുവർത്തിച്ചു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചരിത്രപരമായിരിക്കുന്ന വസ്തുത. അപ്പൊ അതുകൊണ്ട് ആ ചരിത്രപരമായിരിക്കുന്ന വസ്തുതകളുടെ എല്ലാം പിൻബലത്തിൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടികളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്കാപ്പിച്ച ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് സാമാന്യന് ബുദ്ധി കുറഞ്ഞ ആളുകള്, ഈ പറയുന്ന ആളുകള് എന്തെങ്കിലും നാലെണ്ണ തൊട്ടിന് വേണ്ടിയിട്ട് നാളെ പിണറായി വിജയനെ പിന്താങ്ങിന്ന് വെച്ചാൽ ആ പിന്താങ്ങുന്നതിന് അത്ഭുതത്തിന് അവകാശമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പിണറായി വിജയൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ അടിമകളായ ഈ അണികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് സാറിൻ്റെ ഒരു നിരീക്ഷണം. എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. തീർച്ചയായിട്ടും. നമസ്കാരം.